വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കും. ഇന്ന് വായനാശീലം പലർക്കും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ സമയക്കുറവുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങളാകാം, അതുമല്ല എങ്കിൽ താല്പര്യം കുറവായിരിക്കും. എന്തു തന്നെയായാലും വായനയിൽ താല്പര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വായനയുടെ പ്രാധാന്യത്തെപ്പറ്റി ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുക. വായന എന്ന് പറയുന്നത് നിശബ്ദമായ സംവാദമാണ്. പുസ്തകങ്ങൾ വായിക്കാത്ത ഒരാളുടെ മനസ്സ് വാതിലുകളും ജനാലുകളും ഇല്ലാത്ത വീടിന് സമാനമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹെൻറിച്ച്മാൻ അഭിപ്രായപ്പെട്ടതാണ്. ഒരു വാതിലും ജനലും ഇല്ലാത്ത ഒരു വീട് അല്ലെങ്കിൽ ഒരു മുറി നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. അതിന്റെ അകത്ത് വാതിലും ജനലും ഇല്ലെങ്കിൽ കാറ്റും വെളിച്ചവും കിടക്കുകയും മുഴുവൻ അന്ധകാരമായി. അപ്പൊ അന്ധകാരം നിറഞ്ഞ ഒരു മനസ്സ് അല്ലെങ്കിൽ അന്ധകാരം നിറഞ്ഞ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിൽ തിന്മയായിരിക്കും ഉണ്ടാവും. അപ്പൊ അതില് കാറ്റും വെളിച്ചവും കടന്ന് അവനെ നല്ല നന്മയുടെ ലോകത്തേക്ക് പ്രകാശിപ്പിക്കണമെങ്കിൽ വായന തീർത്തും അത്യന്താപേക്ഷിതമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്ന ശീലമുള്ളവരായി മാറാം. ഇനി പത്രങ്ങള് മാസികകൾ വായിക്കണമെന്നില്ല. ആധുനിക കാലത്ത് ഈ വായന, ഡിജിറ്റൽ വായന ഉൾപ്പെടെ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അങ്ങനെ നമുക്ക് ഈ വായനയിലൂടെയും നമുക്ക് വായിച്ച് അറിവുകൾ നേടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള കടാതി ഷാജിയുടെ ഭയം എന്ന ഒരു പുസ്തകത്തെ പറ്റിയാണ്. മൂവാറ്റുപുഴക്കാരനാണ് കടാതി ഷാജി എന്ന എഴുത്തുകാരൻ. ആശാൻ സ്മാരക കഥാ സാഹിത്യ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിയാണ്. മൂവാറ്റുപുഴ തന്നെ സ്വദേശം മാർക്കറ്റ് പിഒയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭയം എന്ന് പറയുന്ന പുസ്തകം 51 മിനി കഥകൾ അല്ലെങ്കിൽ ചെറു കഥകളാണ്. ഏറുപടക്കത്തിന്റെ സ്ഫോടന ശേഷിയുള്ള കഥകളാണ് അതിന്റെ അകത്ത് അദ്ദേഹം 51 കഥകളിൽ വിവരിക്കുന്നത്. അതിൽ ഇപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കഥ, ആ കഥയുടെ ശീർഷകം തന്നെയാണ് അത് പറയുവാനായിട്ട് എന്നെ പ്രാപ്തനാണ്. ആ കഥയുടെ ശീർഷകം വായന എന്ന് തന്നെ. കഥ ആരംഭിക്കുന്നത് ഇങ്ങനെ: അയാൾ രാമായണവും മഹാഭാരതവും ബൈബിളും ഭഗവത്ഗീതയും വായിച്ചു. വേദങ്ങളും ഉപനിഷത്തുകളും വായിച്ചു. മഹാന്മാരുടെ ജീവിതങ്ങളിലൂടെ അദ്ദേഹം കടന്നു. മഹത്തായ ദർശനങ്ങളും ജീവിതങ്ങളും അറിഞ്ഞു. എന്നിട്ടും അതിർത്തി തർക്കത്തിൽ അയാൾ അയൽക്കാരനെ വെട്ടി. നമ്മൾ ഭൂമിയിലേക്ക് പോന്നപ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. തിരിച്ച് നമ്മൾ ഈ ഭൂമി വിട്ട് പോകുമ്പോൾ നമ്മൾ ഒന്നും അങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല എന്ന സത്യം മാത്രം അയാൾ തിരിച്ചറിയുന്നില്ല എന്നിടത്ത് കഥ അവസാനിക്കും. ധാരാളം അറിവുകൾ നമ്മൾ വായിച്ച് ആർജിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണം. അപ്പോൾ മാത്രമാണ് വായനയുടെ 100% ഗുണം നമ്മിലേക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം ആ മിനിക്കഥയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കണം. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുത്താൽ മാർഗരറ്റ് ഫുള്ളർ പറഞ്ഞതുപോലെ ഇന്നത്തെ വായനക്കാരൻ നാളത്തെ ജേതാവാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാളത്തെ ജേതാവാകാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായനയിലൂടെ പരിശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.